ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന 6th സെമസ്റ്ററിലത്തെ പുതിയ സബ്ജക്റ്റിലത്തെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞോണം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പ്ലസ് തിയറി ചാപ്റ്ററാണ്. തിയറിക്ക് തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരിക. മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ 2-3 പ്രോബ്ലംസ് മാത്രം ഉണ്ടാവാറുള്ള, ബാക്കിയൊക്കെ നമ്മൾ തിയറി ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അതിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ നോക്കാം. ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഈ സബ്ജക്റ്റ് മൊത്തത്തിലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിതിൽ പുതുതായിട്ട് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച സബ്ജക്റ്റായ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഞാൻ ഇന്നലെ പറഞ്ഞോണം നമ്മളൊരു ചാപ്റ്ററായിട്ട് പഠിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററായിട്ട് പഠിച്ചത് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊരു സബ്ജക്റ്റായിട്ട് അതിന് കുറച്ചും കൂടിയും ഒരു ഡീറ്റെയിൽ രൂപത്തിൽ പഠിക്കണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് പുതുതായിട്ട് അധികമൊന്നും പഠിക്കാനില്ല. ഇതിൽ പഠിച്ചത് തന്നെ വീണ്ടും നമുക്കൊന്നും കൂടിയും ഒരു റിവിഷൻ പോലെ തന്നെയാണ് നമുക്ക് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള അസറ്റുകളുണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ടാവും, കറണ്ട് അസറ്റും ഉണ്ടാവും. അതിൽ ഫിക്സഡ് അസറ്റ് വാങ്ങാനുള്ള ക്യാപിറ്റലിനെ വിളിക്കുന്ന പേര് ഫിക്സഡ് ക്യാപിറ്റലും കറണ്ട് അസറ്റ് വാങ്ങാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരുമാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ടു ബൈ ദ കറണ്ട് അസറ്റ്, നമ്മുടെ കമ്പനിയിൽ ആവശ്യമുള്ള കറണ്ട് അസറ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഫിക്സഡ് അസറ്റിന് എക്സാമ്പിൾ നമുക്കറിയാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ എക്സെട്ര. അങ്ങനെ നമ്മൾ വലിയൊരു എമൗണ്ടും ചിലവാക്കി നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഫിക്സഡ് അസറ്റുകളുടെ പ്രോപ്പർ യൂട്ടിലൈസേഷന് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതായത് സപ്പോസ് നമ്മൾ ഒരു 5 ലക്ഷം രൂപ വെച്ച് ഒരു മെഷീനറി മേടിച്ചിട്ടു. ആ മെഷീനറി ഒരു ഫിക്സഡ് അസറ്റാണ്, അതവിടെ നമ്മുടെ കമ്പനിയിൽ മേടിച്ചിട്ടേക്കണം. ഇനി അതിൻ്റെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ എപ്പോഴാണ് വരിക? അതിലേക്ക് നമ്മൾ റോ മെറ്റീരിയൽ കൊടുത്ത് എംപ്ലോയീസ് വന്ന് അത് വർക്ക് ചെയ്താലാണ് അതിൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ എംപ്ലോയീസിന് റോ മെറ്റീരിയലിൻ്റെ പർച്ചേസ്, എംപ്ലോയീസ്, അതൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ബിസിനസ്സിലെ ഫിക്സഡ് അസറ്റ് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയും നമുക്ക് എന്ന് വിളിക്കാം, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. സിമ്പിൾ മീനിങ് ആണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. നമ്മുടെ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഒരു ഡേ ടു ഡേ വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മുടെ കമ്പനി വർക്ക് മുന്നോട്ട് പോവില്ല, പ്രൊഡക്ഷനൊന്നും നടക്കില്ല. ദെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ വാങ്ങാനാണ് നമ്മുടെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ മെയിനായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദ പർച്ചേസ് ഓഫ് കറണ്ട് അസറ്റ്, അതൊരു മീനിങ് ആയിട്ട് പറയാം. ദെൻ അതർ മീനിങ് എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദി പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള ഫിക്സഡ് അസറ്റുകളൊക്കെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ക്യാപിറ്റലിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. ദെൻ കറക്റ്റ് മീനിങ് ആണ് പറയുന്നത്, ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഈ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ഇത് കൺവേർട്ടബിൾ ഇൻ ദ സെൻസ് ദാറ്റ് വൺ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അതർ അസറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ പ്രൊഡക്ഷൻ നടത്തി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി വെച്ചിരിക്കുന്നു. ആ ഫിനിഷ്ഡ് ഗുഡ്സ് ഏത് കറണ്ട് അസറ്റിലാണ് വരിക? സ്റ്റോക്ക് എന്ന് പറഞ്ഞ കറണ്ട് അസറ്റിലാണ് വരിക. അതായത് ഞാൻ റോ മെറ്റീരിയൽ വാങ്ങി ഒരു റോ മെറ്റീരിയലിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി. അപ്പോൾ നമ്മൾ എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ എന്തെന്ന് എഴുതും? സ്റ്റോക്ക് എന്ന് എഴുതും. അതിൻ്റെ അർത്ഥം സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ആ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കല്ല. അത് നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമേഴ്സിന് കൊടുത്ത് ഒന്നില്ലെങ്കിൽ അതിനെ എന്തായിട്ട് മാറ്റും? ക്യാഷാക്കി മാറ്റും, അല്ലെങ്കിൽ അതിനെ ഡെപ്റ്റേഴ്സാക്കി മാറ്റും. ക്യാഷാക്കി മാറ്റുന്നത് വെച്ചാൽ നമ്മൾ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്നത് റെഡി ക്യാഷിനാണെങ്കിൽ അത് ക്യാഷായിട്ട് മാറി വരും. അതേസമയം ക്രെഡിറ്റ് സെയിലാണ് നടത്തുന്നതെന്ന് വെച്ചാൽ അതെന്തായിട്ട് മാറി വരും? ഡെപ്റ്റേഴ്സായിട്ട് മാറി വരും. അപ്പോൾ അതാണ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കറണ്ട് അസറ്റ് എപ്പോഴും ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കില്ല. അത് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത്
ആദ്യം എന്തായിരുന്നു? സ്റ്റോക്കായിരുന്നു. ആ സ്റ്റോക്ക് എന്തായിട്ട് മാറി? ഒന്നല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് മാറും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറും. ദെൻ ആ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീണ്ടും റോ മെറ്റീരിയൽ മേടിക്കുക. അപ്പോൾ ആ റോ മെറ്റീരിയൽ എന്തായിട്ട് മാറി? ആ ക്യാഷ് എന്തായിട്ട് മാറി? സ്റ്റോക്കായിട്ട് മാറി. ദെൻ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, വീണ്ടും ഡെപ്റ്റേഴ്സ് ആയി, വീണ്ടും ക്യാഷ് ആയി. ആ ക്യാഷ് ഉപയോഗിച്ച് വീണ്ടും നമ്മൾ റോ മെറ്റീരിയൽ മേടിക്കണം, അപ്പോൾ അത് സ്റ്റോക്കായി. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ ഓർ റിവോൾവിംഗ് ക്യാപിറ്റൽ ഓർ ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ ഓർ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് ഇതിനെ പല പല പേരിലും വിളിക്കുന്നുണ്ട്. സർക്കുലേറ്റ് ചെയ്യുന്നു, റിവോൾവിംഗ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഫ്ലോട്ടിംഗ് ചെയ്യുന്നു, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. അതിൻ്റെ ഞാൻ വേറൊരു ക്യാപിറ്റൽ കൂടി എഴുതിയിട്ടുണ്ട്, ലിക്വിഡ് ക്യാപിറ്റൽ. അതിൻ്റെ മീനിങ് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇത്രയ്ക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ? അതായത് ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഉള്ളിൽ വരുന്ന കറണ്ട് അസറ്റ് ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കില്ല. നമ്മളിപ്പോൾ ഒരു മെഷീനറി മേടിച്ചു, അത് നമ്മുടെ കമ്പനിയിൽ നിന്ന് പോണ വരെ മെഷീനറി ആയിട്ട് തന്നെ ഇരിക്കുമല്ലോ. ഫിക്സഡ് അസറ്റുകൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറില്ല. നമ്മളൊരു ഫർണിച്ചർ മേടിച്ചു, ആ ഫർണിച്ചറായിട്ട് തന്നെ ഇരിക്കുള്ളൂ, അതൊരിക്കലും മെഷീനറി ആയിട്ട് മാറില്ല നമ്മുടെ കമ്പനിയിൽ. പക്ഷെ അങ്ങനെയല്ല കറണ്ട് അസറ്റ് ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. ഇനി ലിക്വിഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു കമ്പനിയിൽ സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനി ഹൈലി ലിക്വിഡാണ്. ലിക്വിഡ് മീൻസ് റെഡി ക്യാഷ് അവൈലബിൾ ആണ് ആ കമ്പനിയിൽ. അതുകൊണ്ടാണ് അതിനെ ലിക്വിഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കമ്പനിയിൽ സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനിയിൽ ആവശ്യത്തിന് കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ സഫീഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് ഉണ്ട്, ഹൈലി ലിക്വിഡാണ് ആ കമ്പനി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി അടുത്തിൽ നമ്മൾ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലായിക്കോളും. ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അത് വളരെ ചെറുതുമാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇസ് ദ എമൗണ്ട് ഓഫ് ഫണ്ട് നെസസറി ടു കവർ ദി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസ്. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ എൻ്റർപ്രൈസ് വർക്ക് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അക്കോർഡിംഗ് ടു ഷുബിൻ എന്ന് പറഞ്ഞ ആളാണ്, ഇറ്റ് ഈസ് ദ വർക്കിംഗ് എമൗണ്ട് ഓഫ് ഫണ്ട് നെസസറി ടു കവർ ദി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ എൻ്റർപ്രൈസ്. നമ്മുടെ കമ്പനി വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് വരുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഷുബിൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും. നെക്സ്റ്റ് ടോപ്പിക് ഈസ് നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇനി വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ നേച്ചറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഒന്നാമത്തെ നേച്ചർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഫോർ ഡേ ടു ഡേ വർക്കിംഗ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ. നമ്മുടെ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള ക്യാപിറ്റലാണുള്ളത്, ഫിക്സഡ് ക്യാപിറ്റലും വർക്കിംഗ് ക്യാപിറ്റലും. ഫിക്സഡ് ക്യാപിറ്റൽ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദി പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ഫോർ മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസസ്. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ഫോർ ഡേ ടു ഡേ വർക്കിംഗ്. സെക്കൻഡ് വൺ ഈസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, കറണ്ട് അസറ്റ് വാങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ എമൗണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ലെവൽ ഓഫ് കറണ്ട് അസറ്റ് വാരീസ് ഫ്രം ഡേ ടു ഡേ. അതായത് നമ്മുടെ കറണ്ട് അസറ്റ് നേരത്തെ പറഞ്ഞത് ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് മാറുമെന്നാണ്. ഇവിടെ പറയുന്നത് ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇന്നിപ്പോൾ 12th നമ്മൾ ഉള്ള ക്യാഷ് ആവില്ല, ചിലപ്പോൾ 13th നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ലെവൽ ചിലപ്പോൾ കുറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡെപ്റ്റേഴ്സ് നമുക്ക് ക്യാഷ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ലെവൽ കൂടാം. അതേസമയം ഒരു ഫിക്സഡ് അസറ്റ് എപ്പോഴും പെർമനൻ്റ് ആയിട്ട് ഇരിക്കും. അതുപോലെയല്ല കറണ്ട് അസറ്റ്, അത് കറണ്ട് അസറ്റിൻ്റെ എമൗണ്ട് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതാണ് പറയുന്നത് ലെവൽ ഓഫ് കറണ്ട് അസറ്റ് വാരീസ് ഫ്രം ഡേ ടു ഡേ. ചില ദിവസങ്ങളിൽ എക്സ്പെൻസ് കൂടുതലായിരിക്കാം, അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് കുറയും. ചില ദിവസങ്ങളിൽ ഇൻകം ആയിരിക്കും കൂടുതൽ, അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടും. അപ്പോൾ അങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ലെവൽ ഓഫ് കറണ്ട് അസറ്റ്. ഞാൻ ഈ എക്സാമ്പിൾ ക്യാഷ് വെച്ച് പറയുന്നത്, കറണ്ട് അസറ്റിൽ വരുന്ന മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ക്യാഷുമാണ്. ഇതാണ് നമ്മളിത് കഴിഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. മനസ്സിലാവാത്തവർക്കാണ് പറയുന്നത്. നമ്മുടെ കറണ്ട് അസറ്റ് എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിലുള്ള 3 മെയിൻ കമ്പോണൻസ് ആണ് വരിക: ക്യാഷ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്. അതിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കും.
Then it determines a firm's liquidity position. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ലിക്വിഡ് ക്യാപിറ്റൽ എന്ന് പേര് വന്നത്. കമ്പനിയിലെ സഫീഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കമ്പനി വളരെയധികം ലിക്വിഡാണ്, സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ട് ആ കമ്പനിയിൽ. Then അതാണ് it determines the firm's liquidity position. Then these are generally financed through short term sources. വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫണ്ട് കണ്ടെത്തണ്ടേ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുകയാണെങ്കിൽ ക്യാഷ് തന്നെയാണ്. അത് കണ്ടെത്തുന്നത് നമ്മൾ ഷോർട്ട് ടേം സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് ലോങ് ടേം സോഴ്സസ് ഉണ്ട്, ഷോർട്ട് ടേം സോഴ്സസ് ഉണ്ട്. ഡീറ്റെയിലായിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടെത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്, ലോങ് ടേം അല്ല. ദെൻ ഇറ്റ് ഇൻവോൾവ്സ്, ഇതിൽ മെയിനായിട്ടും 4 മാനേജ്മെൻ്റ് ആണ് വരുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, പേയബിൾ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ വരുന്ന 4 മാനേജ്മെൻ്റാണ് പറയുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, പേയബിൾ മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അതിൽ 3 നമുക്ക് ഇത് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പേയബിൾ മാനേജ്മെൻറ്റ് മാത്രം നിങ്ങൾക്ക് പഠിക്കാനില്ല. അതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാം. പേയബിൾ മാനേജ്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബിൽസ് പേയബിളിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് പേയബിൾ മാനേജ്മെൻറ്റ്. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കാശ് കൊടുക്കാനുള്ള ആൾക്കാർ, അവർക്ക് നമ്മൾ സമയത്ത് ഡിലേ വരുത്താണ്ട് ക്യാഷ് കൊടുക്കണം. അതിന് നമ്മൾ സ്വീകരിക്കേണ്ട മെഷേഴ്സൊക്കെയാണ് അതിൽ പറയുന്നത് പേയബിൾ മാനേജ്മെൻറ്റിൽ. ബാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദെൻ കറണ്ട് അസറ്റ്സ് ആർ ഇന്റർ റിലേറ്റഡ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഞാൻ മെയിനായിട്ടും വരുന്ന കറണ്ട് അസറ്റുകൾ 3 പറഞ്ഞു. ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ക്യാഷ് റോ മെറ്റീരിയൽ മേടിക്കാനായിട്ട് ക്യാഷ് ഉപയോഗിച്ചു. അപ്പോൾ എന്തുണ്ടായി, ക്യാഷ് ലെവൽ കുറഞ്ഞു, പക്ഷേ സ്റ്റോക്ക് ലെവൽ കൂടി. പുതിയ റോ മെറ്റീരിയൽ നമ്മുടെ കമ്പനിയിലേക്ക് വന്നില്ല. അപ്പോൾ ക്യാഷ് ലെവൽ കുറഞ്ഞു, സ്റ്റോക്ക് ലെവൽ കൂടി. അതുപോലെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിറ്റു എന്ന് വിചാരിക്കും, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റു. അപ്പോൾ എന്ത് കുറഞ്ഞു, സ്റ്റോക്ക് കുറഞ്ഞു. എന്ത് കൂടിയിട്ടുണ്ടാവും, ഒന്നല്ലെങ്കിൽ ക്യാഷ് കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് കൂടിയിട്ടുണ്ടാവും. ക്യാഷ് സെയിലാണെങ്കിൽ ക്യാഷ് കൂടും, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെപ്റ്റേഴ്സ് കൂടും. അതാണ് ഇവിടെ പറയുന്നത് കറണ്ട് അസറ്റ്സ് ആർ ഇന്റർ റിലേറ്റഡ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയും. ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് കുറയും, ഡെപ്റ്റേഴ്സ് കൂടും. ക്യാഷ് സെയിൽ നടത്തുമ്പോൾ സ്റ്റോക്ക് കുറയും, ക്യാഷ് കൂടും. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ നടത്തുമ്പോൾ ക്യാഷ് കുറയും, സ്റ്റോക്ക് കൂടും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. അതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 2 കൺസെപ്റ്റ്സ്, നെയിംലി ഗ്രോസ് കോൺസെപ്റ്റ്സ് ആൻഡ് നെറ്റ് കോൺസെപ്റ്റ്സ്. വർക്കിംഗ് ക്യാപിറ്റലിന് 2 കോൺസെപ്റ്റ്സ് ആണുള്ളത്. ഇപ്പോൾ പേര് മാത്രം പഠിക്കുക. അടുത്ത സ്ലൈഡിൽ നമ്മൾ അതിൻ്റെ മീനിങ് പഠിക്കുന്നുണ്ട്. ഗ്രോസ് കോൺസെപ്റ്റ്സും ഉണ്ട്, നെറ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ 2 കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നേച്ചർ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് പഠിച്ചാൽ തന്നെ നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡെയിലി എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. Next we are going to discuss about the components of working capital. Working capital വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? എളുപ്പമാണ്. 2 കമ്പോണൻസേ ഉള്ളൂ, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. നമുക്കറിയാം കറണ്ട് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിതിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അസറ്റുകളെ വിളിക്കുന്ന പേരാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് എന്തായിരിക്കും? ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ വിതിൻ 1 ഇയർ. ഒരു കൊല്ലത്തിനുള്ളിൽ നമുക്ക് കൊടുത്ത് തീർക്കേണ്ടതായിട്ട് വരുന്ന ലയബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇതാണ് മെയിനായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിൽ വരുന്ന 2 കമ്പോണൻസ്, കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും. കറണ്ട് അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിതിൻ 1 ഇയർ. കറണ്ട് ലയബിലിറ്റീസ് പറയുകയാണെങ്കിൽ ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ വിതിൻ 1 ഇയർ. അങ്ങനെ വിളിക്കുന്ന പേരാണ് കറണ്ട് ലയബിലിറ്റി. എന്തൊക്കെയാണ് കറണ്ട് അസറ്റിൽ വരുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ് ക്യാഷ്, നമ്മുടെ ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ക്യാഷ്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ വേറൊരു കമ്പനിയിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഷോർട്ട് ടൈം, ചെറിയൊരു പീരീഡിലേക്കാണെങ്കിൽ അത് ഇതിൽ വരും. ബാങ്ക് ബാലൻസ്, ക്യാഷ് ബാലൻസ്. ബിൽസ് റിസീവബിൾ നമുക്കറിയുന്നതാണ്. ഇൻവെൻട്രി. ദെൻ ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്. മുൻകൂട്ടി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ മുൻകൂട്ടി അടുത്ത കൊല്ലത്തെ എക്സ്പെൻസാണ്, പക്ഷേ അത് ഇക്കൊല്ലം തന്നെ അടച്ചിരിക്കുന്നു. ദെൻ അഡ്വാൻസ് പേയ്മെൻറ്റ്, നമ്മൾ ഏതെങ്കിലും ഒരു അഡ്വാൻസ് പേയ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെ തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ വരുന്ന കറണ്ട് അസറ്റ്. അതിലും കോമൺ ആയിട്ട് വരുന്ന 3 ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതൊക്കെയാണ്?
ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ഇവിടെ പറഞ്ഞ ബാങ്ക് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, ഇൻവെൻട്രി. അതാണ് നമ്മൾ സാധാരണ നമ്മൾ എക്സാമ്പിൾ വെച്ച് പറയുക. ഇതൊക്കെ അതിൽ വരും. ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും വരും. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഓർ അഡ്വാൻസ് പേയ്മെൻറ്റ്സ് ഇതൊക്കെ വരും. അതാണ് കറണ്ട് അസറ്റ്. ഇനി അടുത്തത് എന്തൊക്കെയാണ് കറണ്ട് ലയബിലിറ്റി വരുന്നത്? ഷോർട്ട് ടൈം ബോറോയിങ്സ്. നമ്മൾ നേരത്തെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറിയൊരു കാലത്തേക്ക് നമ്മൾ വല്ലതും കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയാണ്. ദെൻ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. നമ്മൾ നേരത്തെ തന്നെ ഓപ്പോസിറ്റ്, അതായത് അടുത്ത കൊല്ലത്തെ ഇൻകമാണ്, പക്ഷേ ഞാൻ ഇക്കൊല്ലം തന്നെ അത് മേടിച്ച് വെച്ചിരിക്കുന്നു, അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. നമ്മൾ കൊടുക്കാനുള്ളത് ഇക്കൊല്ലം കൊടുക്കാനുള്ള എക്സ്പെൻസ് ആയിരുന്നു, പക്ഷെ നമ്മൾ ഇക്കൊല്ലം കൊടുത്തിട്ടില്ല, അപ്പോൾ നമുക്കത് അടുത്ത കൊല്ലം കൊടുത്ത് തീർക്കേണ്ടതായിട്ട് വരും, അപ്പോൾ അത് നമ്മുടെ കറണ്ട് ലയബിലിറ്റിയായി. ദെൻ പ്രൊവിഷൻസ്, ഡിവിഡൻഡ് പേയബിൾ. നമ്മൾ ഡിവിഡൻഡ് പേയബിൾ നമ്മൾ കൊടുക്കാനുള്ള ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അതൊക്കെ നമ്മുടെ എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. ഇതിലും മെയിനായിട്ട് വരുന്നത് ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളുമാണ്. ബാക്കിയൊക്കെ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത പോയിൻറ്റ്സാണ്, നമ്മൾ കഷ്ടപ്പെടിച്ചിരിക്കണം. ഷോർട്ട് ടൈം ബോറോയിങ്സ് വരും, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് വരും, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരും, ഡിവിഡൻഡ് പേയബിൾ അതൊക്കെ വരും. ഇതാണ് കറണ്ട് ലയബിലിറ്റി. അപ്പോൾ ഇതാണ് വർക്കിംഗ് ക്യാപിറ്റലിൽ തന്നെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റും വരും, കറണ്ട് ലയബിലിറ്റിയും വരും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നേരത്തെ ഫീച്ചേഴ്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു അതിൻ്റെ പേര്. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൽ നമ്മൾ 2 കോൺസെപ്റ്റ്സുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് കോൺസെപ്റ്റ്, സെക്കൻഡ് വൺ ഈസ് നെറ്റ് കോൺസെപ്റ്റ്സ്. ഗ്രോസും ഉണ്ട്, നെറ്റും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലതവണ മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എമൗണ്ട് ഓഫ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസെറ്റ്. നമ്മൾ കറണ്ട് അസറ്റിൽ എത്രയാണ് ക്യാഷ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത്. കറണ്ട് അസറ്റിൽ നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാതും കമ്പോണൻസും വരും. സ്റ്റോക്ക് വരും, ക്യാഷ് വരും, ഡെപ്റ്റേഴ്സ് വരും, ബിൽസ് റിസീവബിൾ വരും, ദെൻ അഡ്വാൻസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പേയ്മെൻറ്റ്സുകൾ വരും, അതൊക്കെ വരും. അപ്പോൾ അതിൽ എത്ര എമൗണ്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കുന്നത് അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏത് പ്രകാരം? ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം. അത് നിങ്ങൾക്കിതിപ്പോൾ ക്ലിയർ. നെറ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതും കൂടി കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ അത് ഞാൻ നെറ്റ് കോൺസെപ്റ്റിലേക്ക് കടക്കാം. നെറ്റ് കോൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ച് ബാക്കി എത്ര എമൗണ്ട് ഉണ്ടോ അത്രയാണ് നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം നമ്മൾ ഏത് നോക്കണില്ല? കറണ്ട് ലയബിലിറ്റിയെ നോക്കണില്ല. എത്രയാണോ ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസെറ്റ് അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ. അതേസമയം നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കൺസിഡർ ചെയ്തിട്ട് കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചതിന് ശേഷം ബാക്കി എത്ര വന്നിട്ടുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് കോൺസെപ്റ്റിലെ ദ ടോട്ടൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ് ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ബട്ട് ആസ് പെർ നെറ്റ് കോൺസെപ്റ്റ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ച് ബാലൻസ് ഉള്ള എമൗണ്ടിനെയാണ് എന്ന് വിളിക്കുക വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വിളിക്കുക നെറ്റ് കോൺസെപ്റ്റ് പ്രകാരം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 കോൺസെപ്റ്റ്, ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. അത് പ്രകാരം ഇങ്ങനെ മീനിങ്. മറ്റേതിലെ കറണ്ട് അസറ്റ് മാത്രം ഏതിലെ? ഗ്രോസിലെ. നെറ്റിലെ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി. പിന്നെ ഇതിൽ പറഞ്ഞേക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എന്തിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് പറയുന്നത് ഗ്രോസ് കോൺസെപ്റ്റിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് കറക്റ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ ഗ്രോസ് കോൺസെപ്റ്റ് പ്രകാരമാണ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണ് ടോട്ടൽ എമൗണ്ട്, എത്ര വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേതിലാണെങ്കിൽ കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചിട്ട് ബാക്കിയുള്ളവ കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ പ്രകാരമാണെങ്കിൽ മൊത്തം ഞാൻ എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഇതിൽ. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് കൺട്രോൾ ഇൻഡിവിജ്വൽ അസറ്റ്. ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് അസറ്റിൽ ഏതൊക്കെ കറണ്ട് അസറ്റുകളാണ് യൂസ് ചെയ്യുന്നത് അതിന് നമ്മൾ മാക്സിമം ഒരു കൺട്രോൾ അല്ലെങ്കിൽ മാക്സിമം മാനേജ്മെൻറ്റ് കിട്ടും. അതിലേത് വരുന്നില്ല? കറണ്ട് ലയബിലിറ്റി വരാത്തത് കൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ കറണ്ട് അസറ്റിൽ നമുക്ക് മാക്സിമം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം കൺട്രോൾ കിട്ടും. അതാണ് രണ്ടാമത്തത്. ദെൻ മൂന്നാമത്തത് മാക്സിമൈസ് റിട്ടേൺ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്.
നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദർ ഈസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് കറണ്ട് അസറ്റ് എന്നാണ് പറയുന്നത്. മാക്സിമം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഫിക്സ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമുക്ക് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രോസ് കോൺസെപ്റ്റിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. Then next one is net concept ആണ്. ദാറ്റ് ഈസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി. അത് പ്രകാരമുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മെഷേഴ്സ് ഫേംസ് ലിക്വിഡിറ്റി. നമ്മൾ ഇത് പ്രകാരമാണ് വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ആ ഫേം ലിക്വിഡ് ആണോ അല്ലേ എന്ന് കൃത്യമായിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദി സോൾവൻസി. കമ്പനി സോൾവൻ്റ് ആണോ അല്ലേ എന്നുള്ളത്. സോൾവൻസി എന്ന് പറയുകയാണെങ്കിൽ കമ്പനിക്ക് കമ്പനിയുടെ ഡെപ്റ്റൊക്കെ മീറ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആ കമ്പനി സോൾവൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻസോൾവൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ഹെൽപ്സ് ടു അസസ് ദി ഷോർട്ട് ടൈം സോൾവൻസി. കമ്പനിക്ക് അതിൻ്റെ ലൈബിലിറ്റീസൊക്കെ മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ നെറ്റ് കോൺസെപ്റ്റ് പ്രകാരമുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ലോങ് ടേം ഫണ്ട്സ് ക്യാൻ ബി യൂസ്ഡ്. നമ്മൾ നേരത്തെ പഠിച്ചു സാധാരണ വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ട് ടേം സോഴ്സസിൽ കൂടിയാണ് കണ്ടെത്തുക. ഇനി നമുക്ക് വേറെ ഷോർട്ട് ടേം സോഴ്സസ് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലോങ് ടേം സോഴ്സസ് യൂസ് ചെയ്യാം. അതെന്തോരം യൂസ് ചെയ്യണമെന്ന് കണ്ടെത്താനായിട്ട് ഏറ്റവും നല്ല കോൺസെപ്റ്റ് ഈ നെറ്റ് കോൺസെപ്റ്റ് ആണ്. ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ്. നേരത്തെ പറഞ്ഞല്ലോ സോൾവെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ദേ ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട്. ആ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ നെറ്റ് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നെറ്റ് കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. നെറ്റ് കോൺസെപ്റ്റിലെ അഡ്വാൻറ്റേജസ് ലിക്വിഡിറ്റി, സോൾവൻസി, ഫിനാൻഷ്യൽ സൗണ്ട്നെസ്, എക്സ്റ്റെൻറ്റ് ടു വിച്ച് ലോങ് ടൈം ഫണ്ട് ക്യാൻ ബി യൂസ്ഡ്. ഗ്രോസ് കോൺസെപ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് കറക്റ്റ് എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺട്രോൾ ഓൺ ഇൻഡിവിജ്വൽ അസറ്റ്സ്, മാക്സിമം റിട്ടേൺ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇതൊക്കെയാണ് കോൺസെപ്റ്റ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോസ് കോൺസെപ്റ്റും നെറ്റ് കോൺസെപ്റ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. താങ്ക് യു.